ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചവിടെ. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ വിലയേറിയവരാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറയുന്ന 3 പദങ്ങളാണ്. 1, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. 2, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. 3, നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണമാണ്. ഏതിനെയാണ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം വ്യക്തികളെ പ്രശംസിക്കുന്നത് എത്ര ഭയങ്കരമായിട്ടാണ്. ആമേൻ. ഭൂമിയിലെ ഉപ്പ്, ലോകത്തിന്റെ വെളിച്ചം, മലമേലിരിക്കുന്ന പട്ടണം. ആമേൻ. അതിനകത്തുനിന്ന് ഒരു വാക്കാണ് എടുത്തു പറയുകയാണ്, അങ്ങനെ ഒരു വെളിച്ചമാണ് നിങ്ങൾ. എന്നിട്ട് പറയാണ്, ആ വെളിച്ചത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. ആമേൻ. മൂടി വെക്കരുത്. ആമേൻ. അത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാകാൻ അത് പ്രകാശിക്കണം. ഇങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. ദൈവം ലോകത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം പ്രഭാതത്തിൽ എവിടെയെങ്കിലും ഒരു മലയുടെ മുകളിലോ ഏതെങ്കിലും റോഡ് സൈഡിലോ മേഘങ്ങൾ എന്ന് പറയുമ്പം കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, റോട്ടിലൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുകയല്ല. ദൈവം വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ. നമ്മളിലാണ് ദൈവം ഈ തലമുറയിൽ ദൈവത്തെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ് ആമേൻ, നിങ്ങളുടെ ആമേൻ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് ദൈവം തന്ന കഴിവുകളും ടാലന്റുകളും നന്മകളും ഒക്കെ മൂടി വെക്കരുത്. അതിനെ അനേകർക്ക് അനുഗ്രഹമാകുന്ന നിലയിൽ അതിനെ പുറത്തെടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് എന്താ പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കും, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേൽ ഞാൻ ഉദിക്കും. നിന്റെ മേൽ ഉദിക്കുമ്പോൾ ജാതികൾ ഇരുട്ടില്ല, ലോകം അന്ധകാരത്തില്ല. ലോകം അന്ധകാരത്തിലും ജാതികളും ഇരുട്ടിലിരിക്കുമ്പോൾ നിന്റെ മേൽ ഉദിച്ചു നിൽക്കുക, അവർ വെളിച്ചത്തിലേക്ക് വരും. ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിനകത്ത് കാരാഗ്രഹ പ്രമാണി വെളിച്ചം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുന്നത് സ്തോത്രം പൗലോസിന്റെ അടുക്കിലേക്കാണ്. കാരണം പൗലോസ് വെളിച്ചമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, നസ്രായനായ യേശു കർത്താവ് സെഫലൂൻ നഫ്താലി ഗ്രഹത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ജനം പറയുന്നത് യേശുവിനെ കണ്ടെന്നല്ല, മറിച്ച് ഞങ്ങൾ വെളിച്ചം കണ്ടെന്ന്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഈ പ്രഭാതത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്കൊന്നും ഇല്ലെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ലോകത്തിലെ ആർക്കും ഇല്ലാത്ത എന്തോ നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഈ ദിനങ്ങളത് പൊങ്ങി വരും. ആരെയും
നിസ്സാരനായി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരെയും ദൈവം അസാധാരണക്കാരനായിട്ട് സൃഷ്ടിച്ചേക്കുന്നത്. എന്നാൽ ചിലരത് കാണും, ചിലരതിനെ വളർത്തും. അവർ ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറും. നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയാണ്. നിങ്ങളുടെ അകത്തെ വെളിച്ചം ഇനി മൂടി വെക്കരുത്. ആമേൻ. അത് അനേകർക്ക് കാണത്തക്കവണ്ണം തണ്ടിന്മേൽ കൊടുത്ത ഒരു വിളക്ക് പോലെ പൊങ്ങി വരട്ടെ. ദൈവം അതിനു വേണ്ടി നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളിലൊരു ജ്വാല കത്തുമ്പോൾ ജാതികൾ വരും, രാജാക്കന്മാർ വരും, തൊഴുതുകൊണ്ട് വരും, വണങ്ങിക്കൊണ്ട് വരും. കാരണം നിങ്ങളുടെ മേലുള്ളത് മാനുഷികമല്ല, നിങ്ങളുടെ മേലുള്ളത് ഡിവൈനാണ്. ദൈവികമായതൊന്ന് നിങ്ങളുടെ മേൽ ദൈവം ഇടാൻ പോകുന്നു. യെസ്, ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവേ, ഈ വചനം പോലെ ഞങ്ങളുടെ ഉള്ളിലെ താലന്തുകൾ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകൾ, എബിലിറ്റികൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവെ പിതാവ് മഹത്വപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് ഞങ്ങൾ അതിനെ പ്രകാശിപ്പിക്കുന്നവരായി മാറട്ടെ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയും ഈ കുടുംബവും എല്ലാം കർത്താവ് ഈ വചനപ്രകാരം അനുഗ്രഹിക്കപ്പെടട്ടെ. അവളുടെ താലന്തുകൾ, ദൈവം അവർക്ക് കൊടുത്ത നന്മകളെല്ലാം രാഷ്ട്രങ്ങൾക്ക് കർത്താവെ അനുഗ്രഹമായി മാറട്ടെ, വെളിച്ചമായി മാറട്ടെ. കർത്താവെ, ഈയുള്ളിനെ അന്ധകാരത്തെ മാറ്റുന്നവരായി മാറട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇവരിലുള്ള വെളിച്ചം പ്രകാശിക്കട്ടെ, തണ്ടിന്മേൽ പ്രകാശിക്കട്ടെ, ഉയർന്നിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ തിരുവചനം നിന്റെ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. എവിടേക്കോ തളർന്നു പോയവർ പൊങ്ങി വരട്ടെ. കർത്താവേ, ഇവർ ഉറപ്പായിട്ടും ഉപ്പാണ്, വെളിച്ചമാണ്, മലമേലിരിക്കുന്ന പട്ടണമാണ്. ഇവരെ എവിടേക്കോ ഇടിച്ചു താഴ്ത്തുകയും ഇവരുടെ മേൽ മൂടി വെച്ചിരിക്കുന്ന ഇരുളുകളും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ തേജസ് ഇവരുടെ മേൽ ഉദിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ ഇരുളുകളും മാറട്ടെ, അന്ധകാരങ്ങളും മാറട്ടെ, ജനം സൗഖ്യമാകട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരെ സൗഖ്യമാക്കുന്നു, ഇവരെ പിടിച്ച് ഉയർത്തുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ ആയിരിക്കുക. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജശേലപ്പറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജശേലപ്പറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.